കുറച്ച് ദിവസമായിട്ട് ഇവിടെ മഴയോട് മഴയാണ്. പക്ഷേ പതിവ് തെറ്റിക്കാതെ മീൻകാരൻ ചേട്ടൻ ദാ എണ്ണിപ്പറക്കി കുറച്ച് മത്തി തന്നു കേട്ടോ. അകത്തേക്ക് കാണിച്ചപ്പോ ജിമ്മിക്കുട്ടനും അപ്പുക്കുട്ടനും ഭയങ്കര സന്തോഷായി. മീൻ മുറിക്കാൻ വേണ്ടി അപ്പുക്കുട്ടൻ ഇന്ന് ഗ്ലൗസ് ഒക്കെ ഇട്ട് എന്റെ കൂടെ വന്നിരുന്ന് കഥ പറയുന്നുണ്ട്. മഴക്കാലം ആയതീ പിന്നെ കൊതുകിനൊരു ക്ഷാമവും ഇല്ല കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെയോ മീൻ വെട്ടി അകത്ത് കൊണ്ടുവന്ന് ഉപ്പിട്ട് നന്നായിട്ട് വിരവിയെടുത്തു. മീനെല്ലാം മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. വറക്കാൻ വേണ്ടിയിട്ടുള്ള മീനിന്റെ തല ഞാൻ കളഞ്ഞിട്ടില്ല. അങ്ങനെയാട്ടോ കണ്ടുപിടിക്കുന്നത്. മത്തിയുടെ തല വറുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ മീൻ ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ വറക്കാനുള്ളതിനെല്ലാം നന്നായിട്ട് അരപ്പ് തേച്ച് പെരട്ടി അങ്ങ് മാറ്റി വെച്ചു. അരി തിളച്ച് റെഡിയായപ്പോൾ അതങ്ങ് ഊറ്റി സൈഡിലോട്ട് വെച്ചു കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നു, ഇത്രയൊക്കെ ആഹാരം ഉണ്ടാക്കിയിട്ട് ഇത്രയൊക്കെ കഴിച്ചിട്ട് ചേച്ചി എങ്ങനെ സ്ലിം ആയിട്ടിരിക്കുന്നേന്ന്. ഞാൻ കുറച്ച് നാളായിട്ട് ഫിറ്റ് കപ്പിളിന്റെ കൂടെ ആട്ടോ വെയിറ്റ് ലോസ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തേക്കുന്നത്. അവരുടെ കൂടെ കൂടിയത് പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യുകയാണെന്ന് എനിക്കൊരു തോന്നലേ ഇല്ല. കാരണം എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് കൂടെ ഒരു ട്രെയിനറും കാണും. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫുഡും എക്സസൈസും ഒക്കെ ആയിരിക്കും തരുന്നത്. കാരണം ഓരോരുത്തരുടെയും ബോഡി ഡിഫറൻ്റ് ആയതുകൊണ്ട് ഇപ്പം എനിക്ക് തരുന്നതായിരിക്കില്ല നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ ബോഡിക്ക് ഏതാണോ നല്ലത് അതനുസരിച്ചാട്ടോ അവരെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ത് കഴിക്കുന്നതിന് മുമ്പും ഞാൻ ഫോട്ടോ എടുത്ത് എൻ്റെ ട്രെയിനർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. നമ്മുടെ ബോഡി നന്നായിട്ടിരിക്കണം, എന്നാൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാൻ പറ്റണമെങ്കിൽ ഓടിപ്പോയി ഫിറ്റ് കപ്പിളിൽ